നമ്മളെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ കുണ്ടകുൽ വർക്ക്ഷോപ്പിൽ വിജയേട്ടൻ്റെ അടുത്ത് പുതിയ പെയിൻറ്റിങ്ങിന് വന്നൊരു ടൂറിസ്റ്റ് ബസ്സാണ്. അപ്പോൾ അതിപ്പോൾ ഉള്ളത് നോർമലി വൈറ്റിലായിരുന്നു. അപ്പോൾ ഈ വണ്ടി ഫുള്ള് പെയിൻറ്റിങ്, അതായത് നിയമങ്ങളൊക്കെ മാറിയത് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അത് പ്രമാണിച്ചിട്ട് ഈ വണ്ടി ഗ്രീനും പച്ചയാക്കാനുള്ള പരിപാടിയാണ്. വിജയേട്ടാ, ഇത് ഏത് കളറാണ് കൊടുക്കുന്നത്? പച്ചയും കറുപ്പല്ലേ? നോക്കട്ടെ. ഗ്രീനും ബ്ലാക്കും അല്ലേ? ആ ഫോട്ടോ കാണിച്ചു കൊടുത്താണ്. ഇതാ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ കളർ ഉണ്ടല്ലോ, ഈ കളറാണ് ഈ വണ്ടി ചെയ്യാൻ പോകുന്നത്. ഇത് ഏത് പെയിന്റ് അടിക്കുന്നത് ഇതിന്? PU പെയിന്റ് അല്ലേ? ഇത് എത്ര ദിവസം വർക്കാണ് ടോട്ടല്? ഒരാഴ്ച ഓടിക്കൂലേ? ഇതിന്റെ ബാക്ക് ഭാഗം അതാ, അതൊക്കെ ഇപ്പൊ ഫുള്ള് പൊട്ടിയിട്ടിട്ട് ഫുള്ള് ചെയ്യാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ വീഡിയോയിൽ നമ്മളിതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ കാണിക്കുന്നതാവും. ഫുള്ള് പെയിന്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഫുൾ 4 സൈഡും പുട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സുഭാഷ് ഉണ്ട് ഇവിടെ നമ്മളെ. സുഭാഷ്, ഇത് നിങ്ങളെ വർക്ക് വല്ലതും ഉണ്ടായിരുന്നാ? ഓൾറെഡി കഴിഞ്ഞാണല്ലേ? സുഭാഷിന്റെ വർക്കൊക്കെ കഴിഞ്ഞാണ്. നമ്മളെ വണ്ടിയോടെ എടുക്കുന്നുണ്ട്. അപ്പോ ഇത് കഴിഞ്ഞിട്ട് ഫുള്ള് ഈ കളർ വരാൻ പോവാണ്. എന്താ ഈ കളർ വരുന്ന ഫുൾ വീഡിയോ എന്തായാലും നമ്മൾ ഈ വീഡിയോയിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അങ്ങനെ ഫൈനലി നമ്മളെ ബസ്സിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് അന്ന് പുട്ടിയിട്ട് പ്രൈമർ അടിക്കുന്നതിന് മുമ്പേ ഞാൻ കാണിച്ചതാണ്. അത് കളർ ബ്ലാക്ക് ആൻഡ് ഗ്രീൻ. വണ്ടി എന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത ലുക്കിലാണ് കിടക്കുന്നത്. എല്ലാ സൈഡും ഇനി ക്ലിയർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനും കൂടി ഗ്ലൈസിങ് വരും. ക്ലിയർ അടിച്ചു കഴിഞ്ഞാലാണ് ശരിക്കും ഇതിൻ്റെ ഭംഗി അറിയാം. ചെറിയ ടച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഇനിയുണ്ട്. വെയിലുള്ളതുകൊണ്ടാണ് ഇതിൻ്റെ ഇത് അറിയാത്തത്. ഒന്നും കൂടി എന്താ പറയുക, ഈ ബാക്കൊന്നും ഒരു രക്ഷയില്ല. ബാക്ക് അടിപൊളിയായിരിക്കണം. അനിയേട്ടാ, അതിന്റെ ബാക്കല്ലേ അടിപൊളി? അനിയേട്ടാ, ഇതിന്റെ ബാക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇയാളെ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. ഇതാരാണ്? ഇതിന്റെ പേരെന്താ? ഗോകുൽ. ഇതാണ് ഗോകുൽ കേട്ടാ. മെയിൻ വിജയേട്ടന്റെ മെയിൻ ഹെൽപ്പർ ആണ് അല്ലേ? പുതിയ ആളാണ്. ആള് ഇതാണ്, ജിമ്മാണ് കഴിഞ്ഞ് റെസ്റ്റിലാണല്ലേ? അപ്പൊ ഇപ്പൊ അടുത്ത് വർക്കിന് കയറും. ഇത് ഇറങ്ങി ഓടി റോട്ടുമേലുള്ളൊരു വീഡിയോ കൂടി എടുത്താലാണ് ശരിക്കും ഇതിന്റെ ലുക്കാണ് വരുന്നത്. ഇനി ക്ലിയർ ആണ് ബാക്കിയുള്ള വർക്ക്. വിജയേട്ടാ, ക്ലിയർ ഇനി എപ്പോഴാണ് അടിക്കുക? അന്ന് അടിക്കുമോ നാളെ അടിക്കാം? തന്നെ അടിക്കൂലേ? ക്ലിയർ അടിച്ചാലേ ശരിക്കും ഇതിന്റെ ഇതറിയാൻ പറ്റുക. അപ്പൊ ഇതേപോലത്തെ വെറൈറ്റി കളറ്, അതേപോലെ നിങ്ങളെന്താണ് മറ്റേ ഇതല്ലേ, ആർട്ടിസ്റ്റ് ആണ് വിജയേട്ടൻ. നമ്മൾ കാണുന്ന പോലെ ഒന്നല്ല. ഇങ്ങനത്തെ വർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇല്ല, വിജയേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ എന്തായാലും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ട്രാവലറിലെ എല്ലാ വണ്ടിയും ചെയ്തു കൊടുക്കുന്നതാണ്. ടൂറിസ്റ്റ് വണ്ടി, പ്രൈവറ്റ് ബസ്, എല്ലാ സാധനവും. അതുപോലെ എന്താ പറയാ, ഇതിന്റെ ഇന്റീരിയർ ഭാഗങ്ങള് പിന്നെ വർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, പെയിന്റിങ് വർക്ക് കഴിഞ്ഞിട്ടാവും ബാക്കി ഇന്റീരിയർ ഭാഗങ്ങളുള്ള വർക്ക്. ഓക്കെ, ഒരു അത്യാവശ്യം ലൈറ്റ് വർക്ക് കാര്യങ്ങൾ, പിന്നെ സീറ്റ് കവർ വരാനുണ്ട്. ഇങ്ങനത്തെ എല്ലാ വർക്ക്, സബ് ബൂഫർ കാര്യങ്ങൾ, ഇങ്ങനത്തെ വർക്ക് ഇനി വരാനുള്ളതാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. ഇതാണ് ഇന്ത്യയിൽ വരുന്നത്. പിന്നെ അതാ ഒരു TV ഉണ്ട്. പിന്നെ എന്താ പറയുക, അതേപോലെ എല്ലാ അത്യാവശ്യം നോർമൽ വണ്ടികളെല്ലാ ഐറ്റംസുകളും ഇതിലുണ്ട്. ഇനി ഇതിൻ്റെ മൊത്തം വർക്ക് കഴിഞ്ഞാലാണ് ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ്സുകളൊക്കെ വരാനുണ്ട് കേട്ടോ. അത് വന്ന് എന്തായാലും നമ്മൾ വേറൊരു വീഡിയോയിൽ ഇതൊക്കെ അറിയിക്കുന്നതോ. ഫുൾ വീഡിയോ ഒന്നും കൂടി വരുന്നതാണ്. എല്ലാ വർക്കും കഴിഞ്ഞ്, അതായത് ക്ലിയർ അടി കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിലുള്ള ഇന്റീരിയർ ഭാഗങ്ങൾ വർക്ക് കഴിഞ്ഞ്, പിന്നെ അതുപോലെ ലൈറ്റ് കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ കൂടി ചെയ്യുന്നതാണ്.